നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഡീറ്റെയിൽസ് കണ്ടു. അതിന്റെ എൻഡിൽ നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷനെ നമുക്ക് ടോട്ടലായിട്ട് 3 ബ്രോഡ് കാറ്റഗറികളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയായിരുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷന്റെ മുമ്പുള്ള ഇവന്റുകളാണ് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ജസ്റ്റ് ദാറ്റ് പ്രോസസ് ഇറ്റ് സെൽഫ്. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷന്റെ ശേഷം. സോ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യുക പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അതായത് ഫെർട്ടിലൈസേഷന്റെ മുമ്പ് ഉണ്ടാകുന്ന ഇവന്റുകൾ എന്തൊക്കെയാണ്? ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് അറിയാലോ, ഫ്യൂഷൻ ഓഫ് ദ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അതിന്റെ മുമ്പ് എന്തൊക്കെയാണ് ഇപ്പൊ നടക്കേണ്ടത്? ആദ്യം ഗാമേറ്റ് ഉണ്ടാകണം, അല്ലെ? അത് പ്രൊഡ്യൂസ് ആവണം. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ആ ഗാമേറ്റ് ട്രാൻസ്ഫേർഡ് ആവണം. ഗാമേറ്റ്സ് ഒരുമിച്ച് കണ്ടുമുട്ടണ്ടേ? ഇതിപ്പോ 2 ഗാമേറ്റ് ഉണ്ടെങ്കിൽ അധിക കേസിലും ആ 2 ഗാമേറ്റും 2 ഇൻഡിവിജ്വലുകൾ, ഒരു മെയിൽ പാരന്റിലും ഒരു ഫീമെയിൽ പാരന്റിലായിട്ട് ഉണ്ടാവുക. അവരാദ്യം ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് ട്രാൻസ്ഫർ ആവണം. അതിനുശേഷം മാത്രമേ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. സോ ഇവിടെ 2 സ്റ്റെപ്പുകളാണുള്ളത്. ഗാമറ്റോജെനസിസ്. ജെനസിസ് പറഞ്ഞാൽ അത് എന്താ പറയാ, ടേക്കിംഗ് ബർത്ത് എന്നുള്ള മീനിങ് ആണ്, അത് ഉണ്ടാകുക. അപ്പോൾ ഗാമറ്റോജെനസിസ്, ഗാമേറ്റ് ഉണ്ടാകുക. അതുപോലെ ഗാമേറ്റ് ട്രാൻസ്ഫർ, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഗാമേറ്റ് ട്രാൻസ്ഫേർഡ് ആവുക. സോ അതിൽ ഫസ്റ്റ് വൺ ഗാമറ്റോജെനസിസ്. ഗാമറ്റോജെനസിസ് എന്നുള്ളത് ഞാനിപ്പോൾ മീനിങ് പറഞ്ഞ പോലെ തന്നെ ഗാമേറ്റിൽ ഉണ്ടാകാനുള്ള സ്റ്റെപ്പാണ്. അവിടെ നമുക്ക് 2 ഗാമേറ്റ് ആണ് വേണ്ടത്, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണല്ലോ. ഗാമേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹാപ്ലോയിഡ് സെല്ലുകളാണ്. ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. നമ്മൾ ആക്ച്വലി +1 പഠിച്ചൊരു ടോപ്പിക് ആയിരുന്നു ഹാപ്ലോയിഡ് അതുപോലെ ഡിപ്ലോയിഡ്. നമുക്കറിയാം നമ്മുടെ കേസിൽ ഓരോ സെല്ലിലും, ഓരോ നോർമൽ സെല്ലിലും 23 പെയർ ക്രോമസോംസ് ആണുള്ളത്, അല്ലെ? 23 പെയർ എന്ന് പറഞ്ഞാൽ 46 ക്രോമസോംസ് ആണ് നമ്മളെ ഓരോ സെല്ലിലും ഉള്ളത്. അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം 2 പാരന്റ് വേണം. കാരണം മെയിൽ ഗാമേറ്റും വേണം, ഫീമെയിൽ ഗാമേറ്റും വേണം. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലായിട്ട് മാറിയിട്ടാണ് ബാക്കി പ്രോസസ്സുകൾ നടക്കാൻ പോണത്. അപ്പൊ അവിടെ നമ്മൾ ഇതേപോലെ 23 പെയർ ആയിട്ട് തന്നെയാണ് ഗാമേറ്റ്സ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഗാമേറ്റിലും 23 പെയർ അല്ലെങ്കിൽ 46 ക്രോമസോം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താൽ അങ്ങനെ ഉണ്ടാവുന്ന സൈഗോട്ടിൽ എത്ര ഉണ്ടാവും? 46 പെയർ ക്രോമസോംസ് ഉണ്ടാവും. അത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്കേ അല്ല. അത് അങ്ങനെ ഒരു സംഭവം പോസിബിൾ അല്ല. പോസിബിൾ ആയാൽ തന്നെ അത് ഹ്യൂമൻ ബീങ് അല്ല. കാരണം നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എത്ര പെയർ ക്രോമസോമാണ്? 23 പെയർ ക്രോമസോമാണ്. ഓക്കെ, നമുക്ക് ചില ഡിസോർഡറുകൾ ഉണ്ട്, നമ്മളിനി പഠിക്കും. അതായത് ക്രോമസോമിന്റെ എണ്ണത്തിൽ ചില ചേഞ്ചുകൾ. പക്ഷെ ചേഞ്ച് പറഞ്ഞാൽ ഇത്ര വൈഡ് ആയിട്ടുള്ള ചേഞ്ചുകളൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും ഈ ഗാമേറ്റിൽ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സെല്ലുകളിൽ 23 പെയർ ക്രോമസോം ഉണ്ടാവില്ല. അവിടെ അതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ, ഹാഫേ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം മിയോസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിഡക്ഷൻ ഡിവിഷൻ നമ്മൾ പഠിച്ചതാണ്, +1 പഠിച്ചതാണ്. അപ്പോ ഈ സെല്ലുകളിൽ, അതായത് ഗാമേറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെല്ലുകൾ മിയോസിസ് വഴി, അതായത് റിഡക്ഷൻ ഡിവിഷൻ, മിയോസിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? മിയോസിസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ എന്നറിയാത്തവരുണ്ടോ? അപ്പൊ മിയോസിസിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിഡക്ഷൻ ഡിവിഷൻ. എന്തിനാണ് പറയണത്? അങ്ങനെ പറയണത് ഈ ക്രോമസോമിൽ 23 പെയർ, അത് മിയോസിസ് നടന്നിട്ട് അവിടെ നിന്ന് ഉണ്ടാവുന്ന ഗാമേറ്റ്, ഈ സെല്ലുകളിൽ നിന്ന് ഉണ്ടാവുന്ന ഗാമേറ്റ് ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. ഹാപ്ലോയിഡ് എന്താ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ? ഇപ്പോ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് n നമ്പർ ക്രോമസോംസേ ഉണ്ടാവുള്ളൂ. ഇത് എത്ര നമ്പറാണ്? ഇത് 2n നമ്പർ ക്രോമസോംസ് ആണ്. അപ്പൊ 2n നിന്ന് എന്ത് പ്രോസസ്സാണ് നടന്നത്? ഇപ്പോ നമ്മൾ മിയോസിസ് അല്ലെങ്കിൽ എന്ന് വിളിക്കുക റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് അത് ഹാപ്ലോയിഡ് സെല്ല. ഇനി പ്രശ്നമില്ല. ഇനിയിപ്പോ 2 പേരിൽ നിന്ന് 2 ഗാമേറ്റ് വന്നു, രണ്ടും കൂടി ഫ്യൂസ് ആയി ഉണ്ടാവുന്ന കുട്ടിയിൽ എത്ര പേരുണ്ടാവുള്ളൂ? 2n. അപ്പൊ നോർമൽ ആയിട്ടുള്ള എണ്ണം തന്നെയായിട്ട് മാറിയില്ലേ? ഓക്കെ, ഇനി എല്ലാവരുടെ കേസിൽ നമുക്കറിയാം 2n നമ്പർ ക്രോമസോംസ് അല്ല സെല്ലിലുള്ളത്. അതായത് നിങ്ങൾ +1 പഠിച്ച മറ്റൊരു കാര്യമാണ് ലൈഫ് സൈക്കിളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ. അതായത് പ്രധാനമായിട്ട് അവരുടെ ലൈഫ് സൈക്കിൾ ഹാപ്ലോയിഡ് സ്റ്റേജിലും കൂടുതൽ ഉണ്ടാവുക. പിന്നെ പറഞ്ഞു ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് രണ്ടും കൂടി ഉള്ളതുണ്ട്. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, 2 സൈക്കിളും കൂടി ഉള്ളതുണ്ട്. അപ്പോ ഇതിൽ ചിലരുടെ കേസിൽ ബോഡി തന്നെ ഹാപ്ലോയിഡ് ആയിരിക്കും. നമ്മളെ കേസിൽ നമ്മൾ പറയുന്നത് നമ്മളെ ബോഡി ഡിപ്ലോയിഡ് ആണ്. ചിലരുടെ കേസിൽ ബോഡി തന്നെ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഉദാഹരണത്തിന് ആൽഗേന്റെ കേസിൽ, ഫംഗയിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബോഡി കാണാൻ പറ്റും.
അവിടെ പിന്നെ അപ്പോൾ ഹാപ്പിഡ് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് സെല്ലുകളൊക്കെ എത്ര ആയിരിക്കാം ഉണ്ടാവുക, എല്ലാ സെല്ലും എത്ര ക്രോമസോം ആയിരിക്കും ഉണ്ടായിരിക്കുക, n നമ്പർ ക്രോമസോമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ആ സെല്ലുകളിൽ നിന്ന് ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വീണ്ടും എന്ത് നടക്കേണ്ട ആവശ്യമില്ല, റിഡക്ഷൻ ഡിവിഷൻ നടക്കേണ്ട ആവശ്യമില്ല. അവിടെ ഈ എന്നും കൂടി കമ്പൈൻ ചെയ്ത് 2n തന്നെയാണ് ആവുക. പിന്നെ ആ 2nൽ എന്ത് നടന്നോളും, റിഡക്ഷൻ ഡിവിഷൻ നടന്നോളും. അല്ലാതെ ഓൾറെഡി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഗാമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് റിഡക്ഷൻ ഡിവിഷന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെയുള്ള സെല്ലുകൾ ഓൾറെഡി ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഇനി അത് അതിന്റെ ഹാഫ് ആക്കുന്ന പരിപാടിയില്ല. നമ്മൾ എന്താ ചെയ്യുക, അതിന്റെ ഫ്യൂഷന്റെ ശേഷം ഉണ്ടാകുന്ന ആ ഒരു സെല്ല് ഉണ്ടാവില്ലേ, അത് 2n, അത് ഡിപ്ലോയിഡ് ആണ്. ആ സ്റ്റേജിന് നമ്മൾ എന്ത് ചെയ്യും, അതിന് ഫർദർ ആയിട്ട് റിഡക്ഷൻ ഡിവിഷൻ നടത്തിയിട്ടാണ് പിന്നീട് ഉള്ള പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മുടെ നോർമൽ സെല്ലിൽ നിന്ന്, ഈ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ നോർമൽ സെല്ലിൽ നിന്ന് എന്ത് പ്രോസസ്സ് വഴിയാണ് ഈ സെല്ലുകൾ ഉണ്ടാവുന്നത് അറിയോ, ഗാമേറ്റ് ഉണ്ടാവുന്നത് അറിയോ? ഇവിടെ അവർ റിഡക്ഷൻ ഡിവിഷൻ അല്ല കാണിക്കുക, മറ്റൊരു പ്രോസസ്സ് പഠിച്ചില്ലേ, മൈറ്റോസിസ്, ജസ്റ്റ് കോപ്പിയിങ്, അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി പറയുന്നുണ്ട്, അപ്പൊ അവിടെ ഒന്നും കൂടി നമുക്കിത് മെൻഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 2-3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിത്രങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇതിലെല്ലാതും കാണിച്ചിട്ടുള്ളത് ഗാമേറ്റുകളാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ കേസിൽ ഇവിടെ എഴുതിയത് വായിക്കുക, എന്നിട്ട് നമുക്ക് ടോപ്പിക്ക് പോവാം. ഐസോ ഗാമേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഐസോ ഗാമേറ്റ്സ് ഓഫ് ക്ലാഡോഫോറ. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം ആണെന്നുള്ള ആ ഒരു മീനിങ് നിങ്ങൾക്ക് അറിയണ്ടാവെന്ന് വിചാരിക്കണം. ബി നിങ്ങൾ നോക്കുക, ഹെറ്ററോ ഗാമേറ്റ്സ് ഓഫ് ഫ്യൂക്കസ് എൻ ആൽഗെ. ഒരു ആൽഗേന്റെ ഹെറ്ററോ ഗാമേറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഗാമേറ്റ് വളരെ വലുതാണ്, ഒരു ഗാമേറ്റ് വളരെ ചെറുതാണ്. ഇനി സി, ഹെറ്ററോ ഗാമേറ്റ്സ് ഓഫ് ഹോമോസാപ്പിയൻസ്. അതായത് നമ്മളെ കേസിലുള്ളത് 2 സെല്ലുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഒന്ന് നോക്കുക, വലിയ സെല്ലാണ്, മറ്റത് ചെറിയ സെല്ലാണ്. അപ്പോ ആ ചെറിയ സെല്ലിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. എന്തൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇത് വായിച്ചതിന് ശേഷം. ഇനി ചിത്രങ്ങൾ ഒന്ന് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ആൽഗയുടെ കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 2 ഗാമേറ്റുകളും ഒരേപോലെയാണുള്ളത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഇനി റെഫർ ചെയ്യാൻ പോകുന്നത് ഗാമേറ്റുകളെ പറ്റിയിട്ടാണ്. അപ്പൊ ആൽഗയുടെ കേസിലാണെങ്കിൽ 2 ഗാമേറ്റും കാണാൻ ഒരുപോലെ തന്നെയാണ് അല്ലെ. നമുക്കത് ഏതാണ് മെയിൽ ഏതാ ഫീമെയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ഹോമോ ഗാമേറ്റ്സ്. അങ്ങനത്തെ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണത് ഹോമോ ഗാമേറ്റ്. ഹോമോ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പഠിക്കുന്നത് ഹോമോജീനസ് സൊല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹോമോ ഗാമേറ്റ്. അപ്പൊ രണ്ടും ഐഡന്റിക്കൽ ആണ് ഞാൻ വിളിക്കുന്ന പേരാണ് ഹോമോ ഗാമേറ്റ്സ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഐസോ ഗാമെറ്റിക് അല്ലെങ്കിൽ ഐസോഗാമെറ്റിക് കണ്ടീഷൻ ഒക്കെ പറയും. അപ്പോ അത് കഴിഞ്ഞ് എന്താണ് ഇപ്പൊ ഹോമോഗാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, for some organisms the male gamete and female gametes are identical in nature. It is very difficult to identify which is the male gamete and which is the female gamete. Such gametes are called as homogamete. അതിന്റെ സൈസും പ്രോപ്പർട്ടീസും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി അടുത്ത എന്താ പറയുന്നത്, മെജോറിറ്റി ഓഫ് ദ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം പ്രൊഡ്യൂസ് ഹെറ്ററോഗാമേറ്റ്. അധിക സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ഫോം ചെയ്യുന്നത് ഹോമോഗാമേറ്റ്സ് അല്ല, അതായത് ഒരുപോലെയുള്ള ഗാമേറ്റ്സ് അല്ല, വ്യത്യസ്ത സൈസിലുള്ള ഗാമേറ്റുകളാണ്. അവിടെ ഗാമേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്യണം. ഇതിൽ വലിയ ഗാമേറ്റ്, നമ്മളിപ്പോ ഇവിടെ വലിയ ഗാമേറ്റ് എന്ന് പറയുന്നത് ആരാണ്, നമ്മളെ എഗ് ആണ് സാധാരണ വലിയ ഗാമേറ്റ്. അപ്പൊ ആരാണ് എഗ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസങ്ങളിൽ സാധാരണ ഏറ്റവും കൂടുതൽ അവർ കാണിക്കാറുള്ളത് ഹെറ്ററോഗാമറ്റിക് കണ്ടീഷനാണ്. ഹെറ്ററോഗാമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഗാമേറ്റിന്റെയും ഫീമെയിൽ ഗാമേറ്റിന്റെയും സൈസും പ്രോപ്പർട്ടീസിലൊക്കെ ചില ഡിഫറൻസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിലും അതുപോലെ നമ്മുടെ ഫ്യൂക്കസിന്റെ കേസിൽ, അതായത് ഒരു ആൽഗയാണ്, അതിന്റെ കേസിലൊക്കെ ഒരു ഗാമേറ്റ് വലുതും ഒരു ഗാമേറ്റ് ചെറുതുമായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ആ വലിയ ഗാമേറ്റ് അത് ആക്ച്വലി ഫീമെയിൽ ഗാമേറ്റ് ആണ്. ഫീമെയിൽ ഗാമേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എഗ്. ഫീമെയിൽ ഗാമേറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണത് എഗ് അല്ലെങ്കിൽ ഓവം. എഗ് എന്ന് വിളിക്കാറുണ്ട്, ഓവം എന്ന് വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ആന്തറോസോയിഡ്. എന്താ വിളിക്കുക, ആന്തറോസോയിഡ്. നിങ്ങൾ ഫ്ലവേഴ്സിന്റെ കേസിൽ ആന്തർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. അപ്പൊ മെയിൽ ഗാമേറ്റിനെ വിളിക്കുന്ന പേരാണ് ആന്തറോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്നുള്ളത്. ഓക്കെ, ആന്ത്രോസോയിഡ് ആൻഡ് സ്പേം. ഓക്കെ, എന്ത് വേണമെങ്കിലും വിളിക്കുക, 2 ടേമിൽ. എനിവേ ഇപ്പൊ 2 സെല്ലുകളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ മെയിൽ സെല്ല് നോക്കുക ചെറുതാണ് അല്ലെ, പക്ഷെ അതിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകും. ദേ ആർ മോട്ടൈൽ ഇൻ നേച്ചർ. അതൊരു ടെയിൽ ഉണ്ട്. നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കാണ്ട്. അപ്പൊ അവിടെ പറയുന്നത് ഹെഡ് ആണ്, അതുപോലെ ഇത് ടെയിലാണ്. ഈ ടെയിൽ ഉപയോഗിച്ചുകൊണ്ട് ലിക്വിഡ് മീഡിയത്തിലൂടെ അത് മൂവ് ചെയ്യും. ഇത് മോട്ടൈലാണ്. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ മെയിൽ സ്പേം ആണ് നിങ്ങൾ കാണുന്നത്, അത് മോട്ടൈലാണ്, മൂവ് ചെയ്യാൻ കഴിവുണ്ട്. അതേസമയത്ത് ഫീമെയിൽ എഗ്ഗിന് അല്ലെങ്കിൽ എഗ്ഗിന് എന്ന് പറഞ്ഞാൽ ഇതിന് ഫീമെയിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. എഗ്ഗിന് അല്ലെങ്കിൽ ഓവത്തിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ അവർക്ക് എന്നാലും മറ്റു ചില പ്രോപ്പർട്ടീസ് ഉണ്ട്.
ഈ വരുന്ന സ്പേം അത് ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു റീപ്രൊഡക്ഷന്റെ സമയത്ത് തന്നെ മില്യൺസ് ഓഫ് സ്പേംസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതിൽ ജസ്റ്റ് ഒരു സ്പേം എഗ്ഗിന്റെ ഉള്ളിലേക്ക് കയറുന്നതോട് കൂടി തന്നെ ആ പ്രോസസ്സ് നമ്മളുടെ എഗ്ഗ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ചുറ്റും അടിപൊളിയായിട്ട് കവറിങ്ങളൊക്കെ ഉണ്ടാക്കും. ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ അത് വരുമ്പോൾ അവിടെ കാണാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ സൈസ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതാണ് ഹെട്രോഗാമറ്റ്. അങ്ങനത്തെ ഗാമറ്റിക് കണ്ടീഷൻ ആണ് സാധാരണ സെക്ഷൽ റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസങ്ങൾ കാണിക്കാറുള്ളത്. ഇനി നമ്മൾ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സെക്ഷുവാലിറ്റി അത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? രണ്ട് ഇൻഡിവിജ്വലുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു റീപ്രൊഡക്ഷൻ മെക്കാനിസം ആണ് എന്ത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് ടു പാരന്റ്സ്, എ മെയിൽ ആൻഡ് എ ഫീമെയിൽ പാരന്റ് ഈസ് കാൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. പക്ഷെ അവിടെ നമ്മൾ ശരിക്കും വിട്ടുപോയ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ +1 പഠിച്ചതാണ് ആക്ച്വലി. എന്താണത്? നമുക്കറിയാം ചില ഓർഗാനിസങ്ങളുടെ കേസിൽ അങ്ങനെ രണ്ട് പാരന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. അധിക കേസിൽ രണ്ട് പാരന്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടി എപ്പോഴും അത് ട്രൂ അല്ല. ചിലപ്പോൾ രണ്ട് പാരന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമുക്ക് പ്ലാന്റ്സിന്റെ കേസ് തന്നെ എടുക്കാം. പ്ലാന്റ്സിൽ ചില ഫ്ലവേഴ്സിന്റെ കേസ് നിങ്ങൾക്കറിയാം, അതിൽ രണ്ട് സെക്സുകളും കാണാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മൾ ചൈന ഫ്ലവർ അല്ലെങ്കിൽ ഹിബിസ്കസ് എന്നൊക്കെ പറയണതിൽ നമുക്കതിൽ ആന്ത്രോം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗൈനീഷ്യത്തിന്റെ താഴെയായിട്ട് ഓവറി അവൈലബിൾ ആണ്. അപ്പൊ ആന്തറിൽ നമുക്കറിയാം, ആന്തറിന്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഫിലമെന്റ് ഉണ്ട്, നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റൈമൻ, അതിന് എന്തൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആന്തർ എന്ന ഭാഗമുണ്ട്, അതുപോലെ ഒരു ഫിലമെന്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ പൊള്ളൻഗ്രെയിൻസ് ഉണ്ടാവും. പൊള്ളൻഗ്രെയിനിന്റെ ഉള്ളിലായിട്ട് മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. ഓക്കെ, പൊള്ളൻഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഗാമേറ്റ് അല്ല, അതിന്റെ ഉള്ളിൽ രണ്ട് മെയിൽ ഗാമേറ്റ് ഉണ്ടാവും. അതുപോലെ എഗ് ഉണ്ടാവും. അപ്പൊ എല്ലാ ഫ്ലവേഴ്സിനും ഇങ്ങനെയല്ല. അധിക ഫ്ലവറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു സിംഗിൾ ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്. അതായത് സ്റ്റെയ്മനും ഉണ്ട്, അതുപോലെ പിസ്റ്റിലും ഉണ്ട്. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ രണ്ട് പാരന്റിന്റെ ആവശ്യമില്ല, ഒരു സിംഗിൾ പാരന്റ് തന്നെ മതി അല്ലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കാൻ. അതുപോലെ തന്നെ ചില അനിമൽസിന്റെ കേസിൽ നമ്മൾ പഠിച്ചിരുന്നു. ഏതിന്റെ കേസിൽ? ലീച്ചിന്റെ കേസിൽ, അതുപോലെ ഏതൊക്കെ ഓർഗാനിസങ്ങളുടെ കേസിൽ നമ്മൾ പറഞ്ഞത്? സ്റ്റാർ ഫിഷില് അല്ലെ, സ്പോഞ്ചസില്, ലീച്ചിലൊക്കെ ഇതുപോലെ തന്നെ രണ്ട് സെക്സും ഒരു സിംഗിൾ ഇൻഡിവിജ്വലില് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോണത്. പ്ലാന്റ്സിന്റെ കേസിൽ രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗനും സെയിമിലുള്ള നമ്മൾ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ വിളിക്കുക ബൈസെക്ഷൽ എന്നാണ്. ബൈസെക്ഷൽ പ്ലാന്റ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലവറിനെ നമ്മൾ വിളിക്കുക ബൈസെക്ഷൽ ഫ്ലവർ എന്നാണ്. രണ്ട് സെക്സുകളും ഒരു സിംഗിൾ ഫ്ലവറിൽ കാണുന്ന പോലെ. ഇനി ഓർഗാനിസങ്ങളുടെ കേസിലാണ്, ഉദാഹരണത്തിന് ഫംഗൈന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഹോമോതാലിക്. താലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയില്ലേ? താലസ് എന്ന് പറഞ്ഞാൽ ഫംഗസിന്റെ ബോഡീനെ വിളിക്കുന്ന പേരാണ് എന്ത്? താലസ് എന്നുള്ളത്. അപ്പൊ ഫംഗസിന്റെ കേസിൽ നമ്മൾ ഇതുപോലെ തന്നെ അതിന് രണ്ട് സെക്സും ഒരു സിംഗിൾ ഓർഗാനിസത്തിന്റെ മേലുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഹോമോതാലിക് കണ്ടീഷൻ. അതുപോലെ പ്ലാന്റ്സിന്റെ കേസിൽ മറ്റു ഓർഗാനിസങ്ങളുടെ അനിമൽസിന്റെ കേസിലൊക്കെ നിങ്ങൾ കേട്ട ഒരു വാക്കാണ് മൊണീഷ്യസ്. രണ്ട് വാക്ക് കണ്ടിട്ടുണ്ടാവും, മൊണീഷ്യസും കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഡൈഈഷ്യസും കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഹോമോതാലിക്കിന്റെ മറ്റൊരു വേർഡ് തന്നെയാണ് ആക്ച്വലി എന്ത്? മൊണീഷ്യസ്. ഡൈഷ്യസിന് മറ്റൊരു വേർഡ് നമുക്ക് പറയാം അപ്പോൾ ഹെറ്ററോതാലിക്. ഓക്കെ, എന്താ? മൊണീഷ്യസിന് ഹോമോതാലിക്, അതുപോലെ ഡൈഷ്യസിന് ഹെറ്ററോതാലിക്. അപ്പൊ എന്തൊക്കെയാണ് ഈ ടേമുകൾ നമുക്കൊന്ന് പറയാം, ഓരോന്നിച്ച് തന്നെ പറഞ്ഞു പോവാം. ബൈസെക്ഷൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫ്ലവേഴ്സിന്റെ കേസിൽ രണ്ട് സെക്സുകളും ഒരു സിംഗിൾ ഫ്ലവറിൽ കാണുന്ന അവസ്ഥ അല്ലെ, ബൈസെക്ഷൽ ഫ്ലവർ. അപ്പൊ രണ്ട് തരം ഫ്ലവർ ആണുള്ളത്. ബൈസെക്ഷൽ ഫ്ലവറും ഉണ്ട്, യൂണിസെക്ഷൽ ഫ്ലവറും ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മൊണീഷ്യസ് അല്ലെങ്കിൽ ഹോമോതാലിക്, അതുപോലെ ഡൈഷ്യസ് അല്ലെങ്കിൽ ഹെറ്ററോതാലിക് അല്ലെ. അപ്പൊ ആ കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫംഗസിന്റെ കേസിലാണെങ്കിൽ താലസ്, അത് മെയിലിന് വേറെ ഫീമെയിലിന് വേറെ ഉണ്ടാവില്ല, സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിനെ വിളിക്കും ഹോമോതാലിക് കണ്ടീഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ബൈസെക്ഷൽ കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പറയും ഹെറ്ററോതാലിക് കണ്ടീഷൻ. അനിമൽസിന്റെ കേസിൽ നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മളുടെ ലീച്ചിന്റെ കേസിൽ, സ്പോഞ്ചസിന്റെ കേസിലൊക്കെ അവിടെ നമ്മൾ അതിന് ഈ ബൈസെക്ഷൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്സ് എന്നൊരു വേർഡിൽ നിങ്ങൾ ഹെർമാഫ്രോഡൈറ്റ്സ്
ഡൈറ്റ്സ്. മറക്കരുത് ഈ വാക്കുകൾ കേട്ടോ, ഹെർമാഫ്രോഡൈറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് തരം ഫ്ലവറിന്റെ കേസിലാണെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ, അതായത് രണ്ട് സെക്സും ഉണ്ടായിരിക്കും, അതായത് ഫീമെയിലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മെയിലും ഉണ്ടായിരിക്കും. യൂണിസെക്ഷൽ ഫ്ലവറിന്റെ കേസിൽ ഏതെങ്കിലും ഒന്നെങ്കിൽ മെയില് മാത്രം അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ മാത്രം. പിന്നെ നമ്മളോട് ഫംഗസിന്റെ ഒക്കെ കേസിൽ നമുക്ക് രണ്ട് ടേമുകൾ ആക്ച്വലി ഉപയോഗിക്കാം. ഒന്നെങ്കിൽ ഫംഗസിന്റെ താലസ്, അതായത് രണ്ട് ഓർഗാനിസം അല്ല സിംഗിൾ ഓർഗാനിസം ഉള്ളൂ, അപ്പൊ അത് ഹോമോതാലിക് അല്ലെങ്കിൽ മൊണീഷ്യസ്. ഇനി ബൈസെക്ഷൽ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞത്. ഇനി യൂണിസെക്ഷൽ ആണെങ്കിൽ അതായത് രണ്ട് ഓർഗാനിസം ഉണ്ട്, ഒരു ബോഡിയിൽ രണ്ട് സെക്ഷൽ ഓർഗൻ ഇല്ല, അതിന് പകരം രണ്ട് ഓർഗാനിസം തന്നെ ഉണ്ട്. ഫീമെയിൽ സെക്സ് ഓർഗൻ ഉള്ള ഒരു ഓർഗാനിസം ഉണ്ട്, മെയിൽ സെക്സ് ഓർഗാനിസം ഉള്ള ഒരു ഓർഗാനിസം ഉണ്ട്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ഓർഗാനിസങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയാ ഡൈഈഷ്യസ്. രണ്ട് തരം ഉണ്ട്, ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് തന്നെ, ഡൈഈഷ്യസ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഹെറ്ററോതാലിക്, രണ്ട് തരം താലസുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഫ്ലവറിന്റെ കേസിലാണെങ്കിൽ മുമ്പ് നമ്മൾ റെഫർ ചെയ്തു, ഫ്ലവറിന്റെ കേസിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നമ്മൾ എന്താ വിളിച്ചിരുന്നത്, പിസ്റ്റിൽ എന്ന് വിളിച്ചു. അതുപോലെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ സ്റ്റെയ്മൻ എന്ന് വിളിച്ചു. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് അല്ലെ ഹിബിസ്കസ് എന്ന് പറയുന്നത്. ഹിബിസ്കസ് നമുക്കറിയാം ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നോക്കുക. നമ്മൾ ഹിബിസ്കസിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാണുന്ന ഈ ഒരു എൻഡില്ലേ, ഇത് ആക്ച്വലി ഇതിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഭാഗമാണ്. ഇതിനെ നമ്മൾ സ്റ്റിഗ്മ എന്നാണ് വിളിക്കുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അതിന്റെ താഴെയായിട്ട് ഒരു ബൾജർ സ്ട്രക്ചർ ഉണ്ട്. ഏറ്റവും എൻഡിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റിഗ്മ ഉള്ളത്. അപ്പോൾ സോ ദിസ് ഈസ് സ്റ്റിഗ്മ ആൻഡ് ദിസ് ലോങ് സ്റ്റോക്ക് ഈസ് കോൾഡ് ആസ് സ്റ്റൈൽ ആൻഡ് ഏറ്റവും താഴെ ഓവറി. ഇൻസൈഡ് ഓവറി വി ക്യാൻ സി ഒവ്യൂൾ. ഇതിന്റെ ഉള്ളിലാണ് ആരുള്ളത്, ഒവ്യൂൾ ഉള്ളത്, OVULE ഒവ്യൂൾ. അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നമ്മൾ കണ്ടു. ഇനി ഇതേ ഫ്ലവറിൽ നോക്കി സൈഡിൽ കാണുന്ന എന്താണ്, ദാറ്റ് ഈസ് സ്റ്റെയ്മൻ. അതായത് ഒരു ഫിലമെന്റ് ഉണ്ടാവും, അതിന്റെ അറ്റത്തായിട്ട് ടിപ്പിലായിട്ട് വി ക്യാൻ സി എ 4 ലോബ് സ്ട്രക്ചർ. നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് 2 ലോബേ കാണുള്ളൂ, പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് 4 ലോബ് സ്ട്രക്ചർ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആന്തർ എന്നാണ്. ആന്തർ, ഇത് ഫിലമെന്റ്. അപ്പൊ ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. രണ്ടും ഒരു സിംഗിൾ ഫ്ലവറിലുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ഫ്ലവർ എന്നാണ് വിളിക്കുക, ബൈസെക്ഷൽ ഫ്ലവർ എന്നാണ് വിളിക്കുക. ചിലപ്പോ ചില ഫ്ലവറുകളുടെ കേസിൽ ഇത് രണ്ടും കൂടി മീൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഒരു ചെടിയിൽ ഉണ്ടാവില്ല, ഒരു ഫ്ലവറിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനെ വിളിക്കും യൂണിസെക്ഷൽ ഫ്ലവർ. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഫീമെയിൽസിന്റെ മെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണുന്നതനുസരിച്ചിട്ടാണ് ഫ്ലവറിന്റെ കേസിൽ ബൈസെക്ഷൽ അതുപോലെ യൂണിസെക്ഷൽ എന്നൊക്കെ നെയിം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യൂണിസെക്ഷൽ ഫ്ലവറുകളുടെ കേസിൽ എയ്തർ അതില് ഒന്നെങ്കിൽ പിസ്റ്റിൽ മാത്രം, അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള പിസ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ വിളിക്കും പിസ്റ്റിലേറ്റ് ഫ്ലവർ. അല്ലെങ്കിൽ അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റെയ്മൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ വിളിക്കും സ്റ്റാമിനേറ്റ് ഓർ സ്റ്റെയ്മിനേറ്റ് ഫ്ലവർ. ഓക്കെ, അതായത് ബൈസെക്ഷൽ ആണെങ്കിൽ ഒന്നും പറയണ്ട, രണ്ടും ഉണ്ടാവും. ആൻഡ്രീഷ്യം ഉണ്ടാവും, ഗൈനീഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പറയാം ആന്തർ ഫിലമെന്റ് ഉള്ള സ്റ്റെയ്മൻ ഉണ്ടാവും, അതുപോലെ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവർ ഉള്ള പിസ്റ്റിലും ഉണ്ടാവും. പക്ഷെ യൂണിസെക്ഷൽ ആണെങ്കിൽ ഒന്നെങ്കിൽ പിസ്റ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സ്റ്റെയ്മൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിസ്റ്റിൽ മാത്രം ഉള്ളത്, അതായത് പിസ്റ്റിൽ മാത്രം എന്ന് പറഞ്ഞാൽ അത് ആർക്കാണ്, ഫീമെയിലിന് അല്ലെ. അപ്പൊ ഫീമെയിലിന്റെ കേസിൽ പിസ്റ്റിൽ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമാണ് കാണുമെങ്കിൽ നമ്മൾ വിളിക്കും സ്റ്റെയ്മിനേറ്റ് ഫ്ലവേഴ്സ്. അപ്പൊ സ്റ്റെയ്മിനേറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഏത് ഫ്ലവർ ആണ്, ദാറ്റ് ഈസ് മെയിൽ ഫ്ലവർ. പിസ്റ്റിലേറ്റ് ഫ്ലവർ ഏത് ഫ്ലവർ ആണ്, ഫീമെയിൽ ഫ്ലവർ. അനിമൽസിന്റെ കേസിൽ നമുക്ക് ഇതുപോലെ തന്നെ യൂണിസെക്ഷൽ അതുപോലെ ബൈസെക്ഷലും ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പോഞ്ച്, അതുപോലെ എർത്ത് വേം, ലീച്ചിന്റെ ഒക്കെ കേസിൽ ഒരു സിംഗിൾ ഓർഗാനിസത്തിന്റെ മേൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ അവർ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്. ഓക്കെ, എല്ലാ ഓർഗാനിസങ്ങളും ഇങ്ങനെയല്ല, പക്ഷെ ചില അനിമൽസിലൊക്കെ ഇതുപോലെ രണ്ട് സെക്സ് ഓർഗനുകളും ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ ആനിമൽസിന്റെ കേസിൽ ഒരുപാട് എക്സാമ്പിളുകൾ യൂണിസെക്സിനുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോക്രോച്ച്, അല്ലെങ്കിൽ നമ്മളെ കേസിലൊക്കെ എന്താണ്, യൂണിസെക്ഷൽ ആണ് അല്ലെ. നമ്മളൊക്കെ ഒരാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സെക്സ് ഓർഗൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽ ഡിവിഷന്റെ കാര്യമാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ചില ഓർഗാനിസങ്ങൾ അവരുടെ ബോഡി തന്നെ ഹാപ്ലോയിഡ് ആയിരിക്കും. അപ്പൊ ആ ഹാപ്ലോയിഡ് ബോഡിയിൽ നിന്ന് ഗാമേറ്റ്സ് ഉണ്ടാവും. അപ്പൊ വീണ്ടും റിഡക്ഷൻ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ബോഡി തന്നെ ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഇനി ഇതിനെ റിഡക്ഷൻ ഡിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ രണ്ട് പാരന്റിന്റെയും ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ കൂടി ചേർന്ന് എന്തായിട്ട് മാറും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലെത്തും. ഈ ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള സമയത്ത് അതിന്റെ മേലെ എന്ത് നടക്കും,
നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മിയോസിസ് നടക്കും. നമ്മൾ +1 പഠിച്ചിട്ടില്ലേ, മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ. എന്തിനാണ് ഇപ്പൊ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്? കാരണം ഇൻഡിവിജ്വലിന്റെ മേത്ത് എത്ര പാടുള്ളൂ? എന്നേ പാടുള്ളൂ. n/2 n/2 ആയിട്ട് വരുന്ന പ്രശ്നമില്ല. കാരണം n ആണ് അവരുടെ ഹാപ്ലോയിഡ് കണ്ടീഷൻ. അപ്പൊ അത് രണ്ടും കമ്പൈൻ ചെയ്ത് 2n കണ്ടീഷൻ ആയി. ഇനി അതിന്റെ മേലെ മിയോസിസ് നടന്നിട്ട് അതിനുശേഷം ഉണ്ടാവുന്ന സ്പോറിൽ നിന്നാണ്, അത് നമ്മളിനി പറയും, ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്ത് പറയും, സ്പോറിൽ നിന്നാണ് പിന്നെ നമ്മുടെ പാരന്റ് ബോഡി പോലെ ഈ ഒരു ഓർഗാനിസത്തിനും ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്ക് എത്താൻ പറ്റുക. സോ അവർ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിപ്ലോയിഡ് തന്നെയാണ്. പിന്നീട് എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഹാപ്ലോയിഡ്, ഡിപ്ലോണ്ടിക്, ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ഒക്കെ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ പോർഷൻ ഒന്നുകൂടി എടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇനി ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിലോ, ഡിപ്ലോയിഡ് ഓർഗാനിസം ആണെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേസിൽ നമ്മളുടെ ഓരോ സെല്ലുകളിലും 2n നമ്പർ ക്രോമസോം ആണുള്ളത്. അതായത് 23 പെയർ ക്രോമസോമുകൾ, മീൻസ് 46 ക്രോമസോമുകളാണ് നമ്മൾ എല്ലാ സെല്ലിലും ഉള്ളത്. അപ്പൊ ഇവിടെ റിഡക്ഷൻ ഡിവിഷൻ നടക്കാതെ ഇവർ രണ്ടാളും കൂടി അങ്ങോട്ട് ഫ്യൂസ് ചെയ്ത് 23 പെയറും ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ആ സൈഗോട്ടിൽ എത്ര ക്രോമസോം ആവും? 46 പെയറാവും. ഓക്കെ, നമ്മൾ പല ഡിസോർഡർ പഠിക്കുന്നുണ്ടെങ്കിലും 46 പെയറിലെ ഡിസോർഡർ നമുക്ക് പഠിക്കാനില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ ഇങ്ങനെ 2n നമ്പർ ക്രോമസോംസ് ഉള്ള, അതായത് ഡിപ്ലോയിഡ് ബോഡി ഉള്ള ഓർഗാനിസങ്ങളാണെങ്കിൽ അവരാദ്യം എന്ത് ചെയ്യുന്ന അറിയോ? അവര് മിയോസിസ് വഴി റിഡക്ഷൻ ഡിവിഷൻ നടത്തിയിട്ട് രണ്ടുപേരും n ആയിട്ട് മാറും. ഹാപ്ലോയിഡ് കണ്ടീഷനിലേക്കുള്ള സെല്ലുകൾ ഉണ്ടാക്കുന്ന അർത്ഥം. എന്നിട്ട് ആ ഹാപ്ലോയിഡ് സെല്ലുകൾ, നമ്മളെ കേസിൽ നമ്മൾ ഗാമേറ്റ് അല്ലെങ്കിൽ സ്പേം ആൻഡ് എഗ് എന്ന് വിളിക്കുന്ന ആ ഗാമേറ്റുകൾ, റീപ്രൊഡക്ഷൻ കാണിക്കാൻ കഴിവുള്ള സെല്ലുകളൊക്കെ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. എന്നിട്ട് അവരെന്തെയും ഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും 2n ആയിട്ട് മാറും. പിന്നെ ആ ഉണ്ടായ സെല്ല് അത് ഒരുപാട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള വലുപ്പത്തിലേക്ക് മാറിയിട്ടുള്ളത്. നമ്മളൊക്കെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഒരു സിംഗിൾ സെൽഡ്, ഒരു 1 സെൽഡ് സ്റ്റേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ പഠിക്കും. നമ്മളിപ്പോ ഇനി പറഞ്ഞു പോകുന്നത് സ്ഥലത്ത് ഇതൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മിയോസിസ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ മറ്റൊരു പ്രോസസ് ഉണ്ട്, മൈറ്റോസിസ്. അതെന്താണ്? ജസ്റ്റ് ആ നമ്പർ ഓഫ് ക്രോമസോം അങ്ങനെ അതേപോലെ തന്നെ പുതിയ സെല്ലിലേക്ക് കോപ്പി ചെയ്ത് പോകുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, മിയോസിസ് നടന്നിട്ടുള്ളത് ഇതേപോലെ ഫ്യൂഷന്റെ ശേഷമാണ്. എന്നാൽ ഡിപ്ലോയിഡ് ആണ് ബോഡി എങ്കിൽ, ബാക്കി എല്ലാ സെല്ലും ഡിപ്ലോയിഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മിയോസിസ് നടന്നതിന് ശേഷം ഫ്യൂഷൻ തന്നെ പോസിബിൾ ആവുള്ളൂ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. നമ്മൾ +1 പഠിച്ചതിന്റെ ബാക്കിയാണിത് ആക്ച്വലി. ഇനി നെക്സ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് എക്സാമ്പിളുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യണതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്ത പോലെ ഹെർമാഫ്രോഡൈറ്റുകളുടെ എക്സാമ്പിൾ ആണ് കോക്രോച്ച് അല്ലേ? അപ്പോൾ കോക്രോച്ചിന്റെ കേസിൽ ടെസ്റ്റിസും കാണുന്നുണ്ട്, ഓവറിയും കാണുന്നുണ്ട്. അതുപോലെ വേറൊരു എക്സാമ്പിൾ നോക്കുക, കാര എന്നുള്ള പ്ലാന്റ് കേസിൽ നോക്കുക. അതൊരു എന്ത് പ്ലാന്റ് ആണ്? ഒരു യൂണിസെക്ഷൽ ആണോ അതോ ബൈസെക്ഷൽ ആണോ? എന്താ നമ്മൾ അതിനെ വിളിക്കേണ്ടത്? ഇവിടെ സി നോക്കുക, ഒരു മൊണീഷ്യസ് പ്ലാന്റ് ആണ്. അതൊരു ഒറ്റ ടൈപ്പേ ഉള്ളൂ. അതിൽ തന്നെ മെയിലും ഉണ്ടാവും ഫീമെയിലും ഉണ്ടാവും. ഇവിടെ നോക്കുക, ഊഗോണിയം. ഈ പേരുകൾ അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്ത് പഠിക്കണം, ഓർമ്മയിൽ ഉണ്ടാവും. ഊഗോണിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ് എന്ത്? ഊഗോണിയം. ആന്തറീഡിയം, ആന്തർ നമ്മൾ ചെമ്പരത്തിന്റെ കേസിൽ പറഞ്ഞത് മെയിൽ സെക്സ് ഓർഗൻ അല്ലേ? അതേപോലെ ആന്തറീഡിയം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മെയിൽ സെക്സ് ഓർഗൻ തന്നെയാണ്. ഇവിടെ കോക്രോച്ചിന്റെ കേസ് നോക്കുക, കോക്രോച്ച് ഡൈഷ്യസ് ആണ്. അല്ലെങ്കിൽ കോക്രോച്ച് ഒരിക്കലും എന്തല്ല, ഹെർമാഫ്രോഡൈറ്റ് അല്ല. അതിന്റെ ഒരു ഓർഗാനിസത്തിന്റെ മേലെ എന്തായാലും ഒറ്റ സെക്സ് ഓർഗൻ ഉണ്ടാവുള്ളൂ. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് എന്നുള്ള ചാപ്റ്ററിൽ എർത്തും ഉണ്ടായിരുന്നു, കോക്രോച്ച് ഉണ്ടായിരുന്നു. ഇനി ഇവിടെ നിങ്ങൾ ഈ ചിത്രങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ ആന്ത്രോഡിയോഫോർ ഉണ്ട്, ആർക്കിഗോണിയോഫോർ ഉണ്ട് അല്ലെ? ആന്തറീഡിയം എന്നാണ്, പിന്നെ സംശയമൊന്നും വേണ്ട, അത് ആരതാണ്? മെയിലാണ്. അപ്പൊ ഇവിടെ പിക്ചർ നോക്കുക, മെയിലിന്റെ സെക്സ് ഓർഗൻ ആണെങ്കിൽ ഇവിടെ ഇത് കറക്റ്റ് ഫ്ലവർ പോലെ ഉണ്ട്. ഏതിന്റെ? ഫീമെയിലിന്റെ. ആർക്കിഗോണിയോഫോർ ഫീമെയിൽ ആണ്. ഇവിടെ 2 സെപ്പറേറ്റ് സ്പീഷീസ് അല്ലാണ്ട് സെപ്പറേറ്റ് ടൈപ്പ് തന്നെ ഉണ്ട്, മെയിൽ വേറെ ഫീമെയിൽ വേറെ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. രണ്ടും വേറെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ഡൈഷ്യസ് എന്നല്ല വിളിക്കേണ്ടത്. സോ ഇതൊരു ഡൈഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസം. ഇത് യൂണിസെക്ഷൽ ആയിട്ട് കോക്രോച്ച് ആണ്, ഇത് മൊണീഷ്യസ് ആണ്, ഇതും മൊണീഷ്യസ് ആണ്. ഇത് അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയാം, ഇത് ഡൈഷ്യസ് ആണ്. ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ഓക്കെ, ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് സെക്സ് ഓർഗനും, മെയിൽ സെക്സ് ഓർഗനും കാണാനുണ്ട്, ഫീമെയിൽ സെക്സ് ഓർഗനും കാണാനുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഏതോ ഒരു സെല്ല്, അതായത് നോർമൽ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ മിയോസിസ് നടന്നിട്ടാണ് നമ്മളൊക്കെ കേസിൽ ഗാമേറ്റ്സ് ഫോം ചെയ്യുന്നത്. നോർമൽ സെല്ല് ഞാൻ പറയാൻ കാരണം വെറുതെ എല്ലാ സെല്ലും പറ്റില്ല, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന സെല്ലുകളാണ് അവരുടെ പ്രത്യേകത അതൊക്കെ ഡിപ്ലോയിഡ് ആണ്. പക്ഷെ ഗാമേറ്റ് എന്താണ്? ഹാപ്ലോയിഡ് ആകാൻ പാടുള്ളൂ. സോ ഏത് സെല്ലിൽ നിന്നാണോ മിയോസിസിന്റെ ശേഷം ഗാമേറ്റ്സ് ഫോം ചെയ്യുക, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ്. ഓക്കെ, ആ മിയോസൈറ്റിൽ മിയോസിസ് നടന്നിട്ടാണ് നമ്മൾ ഗാമേറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ മിയോസൈറ്റിന്റെ പ്രത്യേകത എന്താ? അത് ഡിപ്ലോയിഡ് ആണ്. അതേ സമയത്ത് നമ്മളെ നോർമൽ സെല്ലുകളോ, അത് ഗാമേറ്റുകളോ, അത്
ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, മിയോസൈറ്റിൽ 2n ഉണ്ടാവും, ഇവിടെ n ഉണ്ടാവുള്ളൂ. ഇവിടെ n ഉണ്ട് വെച്ചാൽ അതിന് ഡബിൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഹൗസ് ഫ്ലൈന്റെ മിയോസൈറ്റ് 2n ന്റെ സ്ഥലത്ത് 12 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗാമേറ്റിൽ എത്ര ഉണ്ടാവുക, അതിന്റെ പകുതി 6 അല്ല ഉണ്ടാവുക. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ ഈ മിയോസൈറ്റ് എന്നുള്ളത് മറക്കണ്ട, മിയോസൈറ്റിൽ മിയോസിസ് നടന്നു കഴിഞ്ഞാലാണ് ഗാമേറ്റ്സ് ഫോം ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗാമേറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഈ ടോപ്പിക്കിൽ എന്താ പറയണം നോക്കി നോക്കാം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എന്താ ഡിസ്കസ് ചെയ്ത്, ഗാമറ്റോജെനസിസ്. ഗാമേറ്റ് ഉണ്ടായാൽ മാത്രം മതിയോ റീപ്രൊഡക്ഷൻ? അത് ഫ്യൂസ് ചെയ്യണം. ഫ്യൂസ് ചെയ്യണമെങ്കിൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ അതിന്റെ മുമ്പായിട്ട്, ഫ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം രണ്ടാളും അടുത്തടുത്ത് വരണ്ടേ, എന്നാലേ ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. സോ അവർ ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ, ഫ്യൂസ് ചെയ്യണമെങ്കിൽ അടുത്തടുത്ത് വരണം. അപ്പൊ അതിന് പല മെക്കാനിസങ്ങൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പല ഓർഗാനിസങ്ങളുടെ കേസിലും നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യേണ്ട കാര്യമാണ് അവരുടെ ഈ ഗാമേറ്റുകളുടെ വ്യത്യാസം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൽ നമുക്കറിയാം അധിക കേസിലും മെയിൽ ഗാമേറ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല, മോട്ടയിലാണ്. ഫീമെയിൽ ഗാമേറ്റ് സ്റ്റേഷനറിയാണ്, മൂവ് ചെയ്യാൻ പറ്റില്ല. എക്സെപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ ഇവിടെ കണ്ടതാണ്. ആൽഗേന്റെ കേസിൽ രണ്ടാൾ ഒരുപോലെയാണ്, രണ്ടാൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ഓർഗാനിസങ്ങളുടെ കേസിൽ അവർ ആക്ച്വലി ഈ ട്രാൻസ്ഫറിന് ചൂസ് ചെയ്യണ മീഡിയം വാട്ടർ ആണ്. അപ്പൊ അവിടെ പ്രശ്നമുണ്ട്. മെയിൽ ഗാമേറ്റ് ആണ് ഇവിടെ മൂവ് ചെയ്യാൻ പോണെന്ന് വിചാരിക്കും. ഈ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും മീറ്റ് ചെയ്തോളുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം ഒരുപാട് വെള്ളം വന്നു, പല അഡ്വേഴ്സ് കണ്ടീഷനും ഉണ്ടാവാം. സേ ഫോർ എക്സാമ്പിൾ ഭയങ്കര മഴയാണ് വിചാരിക്കുക. അപ്പൊ ഈ മെയിൽ ഗാമേറ്റ് ആ വെള്ളത്തിൽ ഒലിച്ചു പോയി. അപ്പൊ നമ്മൾ കുറച്ച് 1-2 മെയിൽ ഗാമേറ്റ് മാത്രമാണ് നമ്മളെ മെയിൽ പാരന്റിൽ നിന്ന് വന്നു വെച്ചാൽ അത് ഫീമെയിൽ പാരന്റിൽ എത്തി അത് ട്രാൻസ്ഫേർഡ് ആയി അവിടെ ഫ്യൂഷൻ നടക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. കുറെ മെയിൽ ഗാമേറ്റ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു നഷ്ടം, ഈ ഒരു ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഒരുപാട് മെയിൽ ഗാമേറ്റ് ഉണ്ടാക്കും വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഫീമെയിൽ ഗാമേറ്റ്. ഫീമെയിൽ ഗാമേറ്റിന് വെച്ച് നോക്കുമ്പോൾ അതിന്റെ 1000 ടൈംസ് അധികം ഉണ്ടാവുക മെയിൽ ഗാമേറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി സീഡുള്ള പ്ലാന്റുകളാണെങ്കിലും സാധാരണ നമ്മളെ പ്ലാന്റ്സ് ജിംനോസ്പേംസ് ആൻജിയോസ്പേംസ് ആണല്ലോ സീഡുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കേസിൽ നമുക്കറിയാം ജിംനോസ്പേമിനാണെങ്കിൽ നേക്കഡ് സീഡ് എന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഇനി സീഡുള്ള പ്ലാന്റ്സിലാണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യം അവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയ്മനും പിസ്റ്റിലും, അതായത് ആൻഡ്രീഷ്യം ഗൈനീഷ്യം ഉപയോഗിച്ചിട്ടാണ്. ആൻഡ്രീഷ്യത്തിന്റെ ഭാഗമാണ് നമുക്കറിയാം ഫിലമെന്റ് ആൻഡ് ആന്തർ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന ചിത്രം നമ്മൾ വരയ്ക്കാം. അപ്പൊ ആൻഡ്രീഷ്യത്തിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ കാര്യമായിട്ടുള്ളത് നമ്മൾ പറയണ സ്റ്റെയ്മൻ ആണ്. സ്റ്റെയ്മനിൽ ഒരു ഫിലമെന്റ് ഉണ്ടാവും, അതിന്റെ അറ്റത്തായിട്ട് ആന്തർ എന്ന് പറയുന്ന ഒരു ബൾജഡ് ഉള്ള ഒരു 4 ലോബ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ നിറയെ സെല്ലുകൾ ഫോം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ സെല്ലുകൾ ഇവിടെ തന്നെയുള്ള സെല്ല് മെച്യൂർഡ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. നമ്മൾ അതിനെ പൊള്ളൻ ഗ്രെയിൻ എന്ന് വിളിക്കും. പൊള്ളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ മുമ്പ് നിങ്ങൾ പഠിച്ചതാണ്. അങ്ങനെ സ്പൈക്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ് പൊള്ളൻ ഗ്രെയിൻ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഉള്ളിൽ 2 മെയിൽ ഗാമേറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കേസിൽ നമ്മളെ മെയിൽ ഗാമേറ്റ് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ ഇനി അവിടെ ആവശ്യതാണ് ഈ മെയിൽ ഗാമേറ്റ് എവിടെ എത്തണം, നമ്മളെ ഗൈനീഷ്യത്തിന്റെ മേലെയാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പോർഷൻ ഉള്ളത് അല്ലെ. നമ്മൾ എന്താ പറയുക, സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സോ സ്റ്റിഗ്മയാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പൊ സ്റ്റിഗ്മയിലേക്ക് എത്തണം, റിസപ്റ്റർ ആണ്. അതിപ്പോ ഈ പറഞ്ഞ മെയിൽ ഗാമേറ്റ് ഇവിടെ എത്തണം. അപ്പൊ പൊള്ളൻ ഗ്രെയിൻ ആണ് ഇവിടെ പോയി വീഴുക. സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റിഗ്മേന്റെ മേലെ പോയി വീണ് കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളൻ ഗ്രെയിൻ മെല്ലെ ബ്രേക്ക് ആവും, അത് ജെർമിനേറ്റ് ആവും. അതിനൊരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയി ഏറ്റവും താഴെ ഓവറിന്റെ ഉള്ളിലുള്ള ഒവ്യൂളിന്റെ ഉള്ളിലേക്ക് എത്തും. അപ്പൊ ഈ 2 സെല്ലിൽ ഇതിന്റെ ഉള്ളിൽ ആ സെല്ല് ആ ട്യൂബ് കൂടി ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ഉള്ളിലെ ഒവ്യൂളിന്റെ ഉള്ളിലെ എഗ്ഗിലേക്ക് കയറും. അവിടെ നമുക്കറിയാം പോളാർ ന്യൂക്ലിയൈ അതുപോലെ എക്സ് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഈ 2 സെല്ലുകളിൽ 2 ആളും ഇവിടെ ഫ്യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്, പൊള്ളൻ ഗ്രെയിൻ എവിടെ വന്ന് വീഴണം, സ്റ്റിഗ്മേന്റെ മേലെ വന്ന് വീഴണം. അപ്പൊ അത് നമുക്ക് എളുപ്പമാണ്. ബൈസെക്ഷൽ ഫ്ലവർ ആണ്, അതായത് സിംഗിൾ ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം പൊള്ളൻ ഗ്രെയിന് വീഴുമ്പോൾ തന്നെ എങ്ങോട്ട് എത്താനുള്ള സാധ്യത ഉണ്ട്. അത് എയറിലൊക്കെ മൂവ് ചെയ്തിട്ടൊക്കെ തന്നെ നമ്മളുടെ സ്റ്റിഗ്മേന്റെ മേലെ എത്താൻ സാധ്യത ഉണ്ട്. പക്ഷെ ഡൈഷ്യസ് പ്ലാന്റ്സിലാണെങ്കിൽ, ഡൈഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം, ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രം. ഇങ്ങനെയാണ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് മെക്കാനിസം ആണ് അല്ലെ, പൊളിനേറ്റിംഗ് ഏജന്റുകൾ തന്നെ വേണ്ടി വരും. എന്താ പൊളിനേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹണി ബി അല്ലെങ്കിൽ നമ്മൾ മറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ വന്നിരുന്ന് പോകുമ്പോൾ അവരുടെ മേത്തി പൊള്ളൻ ഗ്രെയിൻ സ്റ്റിക്കായി നിൽക്കും. അങ്ങനെ അവർ പിന്നീട് ഫീമെയിൽ ഫ്ലവറിൽ പോണ സമയത്ത് ഈ പൊള്ളൻ ഗ്രെയിൻ അവിടെ വീണ് കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ പോസിബിൾ ആവും. സോ ഡൈഷ്യസ് പ്ലാന്റ്സിന്റെ കേസിൽ കുറച്ചും കൂടി കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളെ ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ, അതായത് മൊണീഷ്യസ് ഫ്ലവർ ആണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. എന്താണ് കാര്യങ്ങൾ എളുപ്പമാകാൻ കാരണം, അവിടെ ജസ്റ്റ് ആ പൊള്ളൻ ഗ്രെയിൻ മെച്യൂർഡ് ആയി അത് നമ്മളെ അവിടെ ജസ്റ്റ് ഒന്ന് വീഴാൻ തുടങ്ങുമ്പോൾ തന്നെ, ഷെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ റീപ്രൊഡക്ഷനുള്ള എല്ലാ സാധ്യതയുണ്ട്.
ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് പൊള്ളൻ ഗ്രെയിന് സ്റ്റിഗ്മേന്റെ മേലെ വന്ന് വീണ് കഴിഞ്ഞാൽ വന്ന് ജെർമിനേറ്റ് ചെയ്യുന്ന ഒരു ട്യൂബ് എന്ന് പറഞ്ഞില്ലേ, ആ ട്യൂബാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നോക്കുക, ജെർമിനേറ്റിംഗ് പൊള്ളൻ ഗ്രെയിൻസ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ഈ ട്യൂബിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഈ പൊള്ളൻ ഗ്രെയിന്റെ ഉള്ളിലായിട്ട് മെയിൽ ഗാമേറ്റ് ഉള്ളത്. അത് ഈ ട്യൂബിന്റെ ഉള്ളിൽ കൂടി വന്നിട്ട് വേണം എന്ത് കാണിക്കാൻ, ഫെർട്ടിലൈസേഷൻ കാണിക്കാൻ. ഇനി അനിമൽസിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സെല്ല്, അതായത് ഗാമേറ്റിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ, അതായത് എഗ്ഗിന് അല്ലെങ്കിൽ ഓവത്തിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ചില ട്രാൻസ്ഫർ മെക്കാനിസം തന്നെ ആവശ്യമാണ്. കൃത്യമായ രീതിയിൽ ഈ ട്രാൻസ്ഫർ മെക്കാനിസം നടന്നിട്ടില്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്തായിരിക്കില്ല, പോസിബിൾ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതൊരു തമാശയുള്ള സ്റ്റെപ്പ് അല്ല, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ദ സസ്റ്റൈനിങ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസം അതിന്റെ ആ സ്പീഷീസിന് നിലനിന്ന് മുന്നിക്ക് പോകണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കംസ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്തതാണ്, ആ വാക്കിൽ തന്നെ ഉണ്ട്. ഫെർട്ടിലൈസേഷൻ ആക്ച്വലി മീൻസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിംഗമി. നിങ്ങൾക്ക് സിംഗമി എന്നും പറയാം, ഫെർട്ടിലൈസേഷൻ പറയാം, രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ സിംഗമിക്ക് ശേഷം ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് സൈഗോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷനിൽ നിങ്ങൾ സൈഗോട്ട് ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാലാണ് എംബ്രിയോജെനസിസ്. എന്താ എംബ്രിയോജെനസിസ്? എംബ്രിയോ ഉണ്ടാവുന്ന സ്റ്റെപ്പ്. അത് നമ്മൾ എവിടെയല്ല പറയുന്നത്, ഫെർട്ടിലൈസേഷനിലല്ല. അത് എവിടെ നമ്മൾ മെൻഷൻ ചെയ്യുക, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റിലാണ് നമ്മൾ സൈഗോട്ടിന്റെ ഡീറ്റെയിൽ അതുപോലെ തന്നെ എംബ്രിയോജെനസിന്റെ ഡീറ്റെയിൽ നമ്മൾ മെൻഷൻ ചെയ്യുക. ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഇത്ര മനസ്സിലാക്കുക, മെയിൽ ഗാമേറ്റ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ചെയ്യാൻ പോവാണ്. ഇനി ചില കേസിൽ ഫെർട്ടിലൈസേഷൻ നടക്കൂല. ഇപ്പൊ ഉദാഹരണത്തിന് ഹണി ബീസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുക, അവിടെ ഫെർട്ടിലൈസ്ഡ് അല്ലാത്ത ഫീമെയിൽ എഗ് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ, ഒരു ഓർഗാനിസം ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് എല്ലാവരുടെ കേസിലൊന്നുമില്ല, ചില ഓർഗാനിസങ്ങളുടെ കേസിൽ മാത്രമല്ല. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കുക, റോട്ടിഫേഴ്സ്, ഹണി ബീസ്, സം ലിസാർഡ്സ് ആൻഡ് ബേർഡ്സ്. ഇവരുടെ കേസിൽ ഫീമെയിൽ ഗാമേറ്റ് അണ്ടർഗോ ഡെവലപ്മെന്റ് ടു ഫോം ന്യൂ ഓർഗാനിസം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ അവിടെ ഡെവലപ്മെന്റ് പോസിബിൾ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോജെനസിസ്. പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടോ, അപ്പൊ അതൊന്ന് നോക്കുക, പാർത്തനോജെനസിസ്. ഇനി വേർ ഡസ് സിംഗമി ഒക്കർ. അപ്പൊ അതിന് ആദ്യം ഞാൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. രണ്ട് തരം ഫെർട്ടിലൈസേഷൻ ആണുള്ളത്, എക്സ്റ്റേണലും ഉണ്ട്, ഇന്റേണലും ഉണ്ട്. നിങ്ങളൊക്കെ വീട്ടിൽ മീൻ വളർത്തുന്നുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടാവും ചില മീനുകൾ, ഉദാഹരണത്തിന് നമ്മുടെ ഫൈറ്റർ ഫിഷ്, ബെറ്റ ഫിഷ് എന്ന് പറയില്ലേ. ഈ ഫൈറ്റർ ഫിഷിന്റെ കേസിൽ അവർ തമ്മിലുള്ള ആ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഫീമെയിൽ ഒരുപാട് എഗ് ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് മെയിലായ എഗ് കൊണ്ടുപോയിട്ട് വെക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബബിൾസിന്റെ ഉള്ളിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടാഡ്പോളിന്റെ കേസിൽ അല്ലെങ്കിൽ ഫ്രോഗിന്റെ കേസിൽ നമ്മളുണ്ടാവും. ഫ്രോഗിന്റെ കേസിൽ നിങ്ങൾ വീഡിയോസ് തന്നെ സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോന്റെ എൻഡിൽ കാണാൻ നോക്കാം. ഒരുപാട് എഗ് റിലീസ് ചെയ്യും വാട്ടർക്ക്, ഫീമെയിൽ ഫ്രോഗ്. മെയില് ഒരുപാട് സ്പേം റിലീസ് ചെയ്യും. ഇനി വാട്ടറിൽ വെച്ചിട്ടാണ് അത് ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് അടുത്ത ഇൻഡിവിജ്വൽ, അതായത് ടാഡ്പോൾ എന്നുള്ള ഫോമിലേക്ക് പോകാനുള്ളത്. പുതിയ സൈഗോട്ട് ഉണ്ടായി, അത് ഡെവലപ്പായി, എംബ്രിയോ ഉണ്ടായി, അത് ഡെവലപ്പായി ടാഡ്പോൾ ആവുക വെള്ളത്തിൽ വെച്ചിട്ട്. അവിടെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പ്രിഡേറ്ററുകൾ ഒരുപാട് പ്രോജനീനെ കൺസ്യൂം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അതായത് മറ്റു ഓർഗാനിസങ്ങൾ ഈ കുട്ടികളെ തിന്നാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ മീന്, അതായത് ഫിഷ് എഗ് ലേ ചെയ്യുമ്പോഴും ഫ്രോഗിന്റെ കേസിലൊക്കെ ഒരുപാട് ആയിരക്കണക്കിന് എഗ്ഗൊക്കെ ലേ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. എന്നാൽ മാത്രമേ ഇത് കുറച്ചെങ്കിലും ഓർഗാനിസത്തിന് ബാക്കി കിട്ടുള്ളൂ എന്ന് അവർക്ക് അറിയാം. അപ്പോൾ അവരുടെ കേസിൽ എഗ്ഗും ഒരുപാടുണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ സ്പേമും ഒരുപാടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് ഓർഗാനിസങ്ങൾ ഉണ്ടാവും, കുറേയൊക്കെ പ്രിഡേറ്റർ കൊണ്ടുപോകും. കാരണം ഇത് എക്സ്പോസ്ഡ് ആണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഇവിടെ അല്ലെ, ബോഡീന്റെ ഉള്ളിൽ വെച്ചിട്ടല്ല ഫെർട്ടിലൈസേഷൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. So fertilization outside the body, it is called as external fertilization. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതും അതിനുവേണ്ടി അത് ഓവർകം ചെയ്യാൻ കോമ്പൻസേറ്റ് അവരെന്താ ചെയ്യുന്നത് എന്നുള്ളതും. This happens in the bony fish and frogs where a large number of offspring are produced. A major disadvantage is that the offspring are extremely vulnerable to predators, threatening their survival up to adulthood. ഒന്നുകൂടെ വളർന്ന് മെച്ചുവേർഡ് ആവണ വരെയുള്ള സൈക്കിളിൽ പ്രിഡേറ്റേഴ്സ് ഇവരെ കൺസ്യൂം ചെയ്യാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ, ഇനി ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന്റെ കേസ്, ഫംഗസിന്റെ കേസ് അല്ലെങ്കിൽ ഹയർ അനിമൽസിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ, അതായത് റെപ്റ്റൈൽസിന്റെ, ബേർഡ്സിന്റെ, മാമൽസിന്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ, അവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, സിംഗമി നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ബോഡീന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുക ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇന്റേണൽ എന്നുള്ള ഉള്ളിൽ എന്നുള്ള മീനിങ് അല്ലേ. സോ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇങ്ങനത്തെ ഓർഗാനിസങ്ങളുടെ ഒക്കെ കേസിൽ എഗ് ഉണ്ടാവുക ബോഡിയുടെ ഉള്ളിലായിരിക്കും. സ്പേം മെയിൽ പാർട്ണർ അല്ലെങ്കിൽ മെയിൽ പാരന്റിന്റെ മേത്ത ഉണ്ടായിരിക്കുക, ശരീരത്തിലെ ഉണ്ടാവുക. അത് നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, ഫീമെയിൽ പാർട്ണർ അല്ലെങ്കിൽ ഫീമെയിൽ പാരന്റിന്റെ ഇതേപോലെ എവിടെയാണ് എഗ് ഫോം ചെയ്തത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്റേണൽ ആയിട്ടാണ് അവിടെ എന്ത് നടക്കുക, ഫെർട്ടിലൈസേഷൻ നടക്കുക.
ഇങ്ങനെ ഇന്റർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു മെയിൽ ഗാമേറ്റ് മോട്ടയിലാണ്, അത് എഗിന്റെ അടുത്ത് എത്തണം. ഇവിടെ നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ ഒരുപാട് സ്പേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സിംഗിൾ സ്പേം അല്ല പോവുക. കാരണം ഇത് എൻവയോൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ടൊക്കെ ഈ പറഞ്ഞ മെയിൽ ഗാമേറ്റും ഡെഡ് ആവാനുള്ള സാധ്യതകളുണ്ട്, അതിന്റെ സറൗണ്ടിങ്സ് അനുസരിച്ചൊക്കെ. അപ്പോൾ ഫ്യൂഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിംഗമി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ സ്പേമിനെ ആയിക്കോളന്നില്ല വിടുന്നത്, ഒരുപാട് സ്പേമുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും മെയിൽ പാർട്ട്ണർ അല്ലെങ്കിൽ പാരന്റ്. അതിൽ നിന്ന് ഏറ്റവും ആദ്യം ആരാണോ എഗ്ഗിലേക്ക് എൻ്റർ ചെയ്തത് അയാളാണ് ഫെർട്ടിലൈസേഷൻ കാണിക്കുക. ഒരുപാട് സ്പേം വരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ സ്പേമിന് മാത്രമേ അതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മെക്കാനിസങ്ങൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതെങ്ങനെയാണ് എഗ്ഗ് എൻഷുർ ചെയ്യുന്നത്, ഒരു സ്പേം മാത്രമേ കയറുള്ളൂ മറ്റുള്ളവരൊന്നും കയറില്ല, എങ്ങനെ എൻഷുർ ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. Okay, in seed plants, however, non-motile male gamete are carried to female gamete by pollen tube. മുമ്പ് പറഞ്ഞു അത് നമ്മളെ ഫ്ലവറിന്റെ കേസിലാണെങ്കിൽ മെയിൽ ചെറുതന്നെയാണ് ഗാമേറ്റ്, പക്ഷെ അതിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അതിന് പോളൻ ട്യൂബ് വഴിയാണ് മെയിൽ ഗാമേറ്റ് എവിടെ എത്തുന്നത്, ഒവ്യൂളിന്റെ ഉള്ളിലുള്ള എഗ്ഗിൽ എത്തുന്നത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളെ ഫൈനൽ സ്റ്റേജ് ആണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്, അതിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക, സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ എംബ്രിയോ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് അത് തന്നെ ഡിസ്കസ് ചെയ്യാറുള്ളത് സൈഗോട്ടിനെ പറ്റിയിട്ടും അതുപോലെ എംബ്രിയോ ഉണ്ടാവുന്നതിനെ പറ്റിയിട്ടും. സോ ഫസ്റ്റ്, സൈഗോട്ട്. Formation of diploid or diploid zygote is universal, not sexually reproducing organism. നിങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. അതായത് ഹാപ്ലോയിഡ് ആണെങ്കിലും ഡിപ്ലോയിഡ് ബോഡി ആണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന പ്രോജനീന്റെ ബോഡി എന്താണ്, ഹാപ്ലോയിഡ് അല്ല ഡിപ്ലോയിഡ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞു ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫംഗസ് ഒക്കെ ആണെങ്കിലും അവരപ്പം റിഡക്ഷൻ ഡിവിഷൻ കാണിക്കേണ്ട, പക്ഷെ ഇതിന്റെ ബോഡികൾ അല്ലെങ്കിൽ ആ സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന പ്രോജനി ആയിട്ടില്ല. അതിന്റെ തൊട്ടുമുമ്പുള്ള സ്റ്റേജ് എന്ത് തന്നെയാണ്, ഡിപ്ലോയിഡ് തന്നെയാണ്. അപ്പൊ ആ ഡിപ്ലോയിഡ് കണ്ടീഷൻ യൂണിവേഴ്സൽ ആണ്, നിങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല. എന്തായാലും ആ പ്രോജനി ഫോം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ, ഡിപ്ലോയിഡ് ആയിട്ടും ഉണ്ടാവുക. സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ആണെങ്കിൽ കേട്ടോ, അതും കൂടി പറയട്ടെ. In organisms with external fertilization, zygote is formed in the external medium. Zygote ഇപ്പൊ ഫ്രോഗിന്റെ കേസിലാണെങ്കിൽ ബോഡിയുടെ ഉള്ളിലല്ല, വെള്ളത്തിലുണ്ടാവും, പുറത്താണ് ഉണ്ടാവുക. Whereas in those exhibiting internal fertilization, zygote is formed inside the body. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ സൈഗോട്ട് ഉണ്ടാവുക ബോഡിയുടെ ഉള്ളിലാണ്. സൈഗോട്ടിന്റെ ഫർദർ ഡെവലപ്മെന്റ് ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ എൻവയോൺമെന്റിൽ എക്സ്പോസ് ചെയ്ത് എത്രത്തോളം അനുസരിച്ചിട്ട് അത് മാറും. In organisms belonging to fungi and algae, zygote develop a thick wall that is resistant to desiccation and damage. ഇപ്പൊ ഫംഗസിന്റെ കേസിലും ആൽഗന്റെ കേസിലാണെങ്കിൽ സൈഗോട്ടിന്റെ ചുറ്റും നല്ല തിക്കായിട്ടൊരു വാൾ ഉണ്ടായിരിക്കും. അത് അതിനെ എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്നും അതുപോലെ ഡാമേജുകളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. അത് ഒരു പീരിയഡ് ഓഫ് റെസ്റ്റ് ഉണ്ട് അതിന്, അതായത് ഒരു ഫേവറബിൾ കണ്ടീഷൻ എത്തണ വരെ അത് എന്ത് ചെയ്യൂല, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാതെ ഈ സൈഗോട്ട് ഫോമിൽ തന്നെ നിൽക്കും. ഇൻ ഓർഗാനിസം വിത്ത് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോണ്ടിക് പറയുമ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് കൂടുതൽ. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ +1 പഠിച്ചാണ്. സൈഗോട്ട് ഡിവൈഡ്സ് ബൈ മിയോസിസ് ടു ഫോം ഹാപ്ലോയിഡ് സ്പോർ ദാറ്റ് ഗ്രോ ഇൻ ടു ഹാപ്ലോയിഡ് ഇൻഡിവിജ്വൽ. നമ്മൾ മുമ്പ് പറഞ്ഞു ഫംഗസിന്റെ കേസിൽ അവരുടെ ബോഡി ഹാപ്ലോയിഡ് ആണ്, സോ അവിടെ മിയോസിന്റെ ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ രണ്ട് ഫംഗസിന്റെ താലസ് അല്ലെങ്കിൽ ഇതേപോലെ റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്ന സമയത്ത് N കമ്പൈൻ ചെയ്ത് 2N ആവും. ഇനി ഇതിന്റെ മേലെ എന്തായാലും ഏത് സ്റ്റെപ്പ് നടന്നേ പറ്റുള്ളൂ, മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് അതിന് എന്ത് ഫോം ചെയ്യാൻ പോണത്, നമ്മളുടെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾ ഫോം ചെയ്യാൻ പോണത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ജെർമിനേഷൻ ഈ മിയോസിസിന്റെ ശേഷമേ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബോഡി പാർട്ട് ആയിരുന്നു, പക്ഷെ അതിൽ നിന്ന് ഉണ്ടായ നമ്മളെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. അപ്പൊ അവിടെ മിയോസിസ് നടന്നിട്ടാണ് നെക്സ്റ്റ് സ്റ്റേജ്. അവിടെ നമുക്ക് ജെർമിനേഷൻ എന്നുള്ള സ്റ്റേജ് അല്ല ശരിക്കും പറയേണ്ടത്, അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഏതാണ്, സ്പോർ ഫോർമേഷൻ പോസിബിൾ ആവുള്ളൂ. അവിടെ ഏതാണ് സ്പോർ ഫോർമേഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, ഹാപ്ലോയിഡ് സെല്ലാണ്. അതേതാണ് സ്റ്റെപ്പ് നടക്കേണ്ടത്, മിയോസിസോ. ആദ്യം രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളാണ് അവർ കമ്പൈൻ ചെയ്തു, അവിടെ റിഡക്ഷൻ ഡിവിഷന്റെ ആവശ്യമില്ല, ബോഡി തന്നെ ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഡിപ്ലോയിഡ് ആയിട്ടുള്ള എന്തുണ്ടായി, നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ടായി. ആ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്റ്റേജിൽ മിയോസിസ് നടന്നിട്ട് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് വേണം എന്ത് നടക്കാൻ, സ്പോർ ഫോർമേഷൻ, അതായത് സ്പോർ ഉണ്ടാവാൻ. പിന്നീട് സ്പോർ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഓർഗാനിസം. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം, N ബോഡിയുള്ള ഓർഗാനിസം കമ്പൈൻ ചെയ്തു, 2N ഉള്ള നെക്സ്റ്റ് സ്റ്റേജ് ആയി. 2N മേലെ മിയോസിസ് നടന്നു, റിഡക്ഷൻ ഡിവിഷൻ നടന്നു. അങ്ങനെ N ഗാമേറ്റ് ഉള്ള അല്ലെങ്കിൽ N ഗാമേറ്റ് N ക്രോമസോം ഉള്ള നെക്സ്റ്റ് സ്റ്റേജ്, അതായത് സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ സ്പോർ ഉണ്ടായി. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നല്ലുള്ളൂ, ഇതിൽ എന്നല്ലുള്ളൂ ഓരോ സെല്ലിലും. അപ്പൊ പിന്നെ ആരെ പോലെ തന്നെ ഈ പാരന്റിന്റെ ബോഡിനെ പോലെ തന്നെ, അതാണ് അവിടെ പറയുന്നത്. ഇനി ഹാപ്ലോ ഡിപ്ലോണ്ടിക് ആണെങ്കിൽ എന്താ ഉണ്ടാവുക എന്നുള്ളതും കൂടി നിങ്ങൾ ആ ബുക്ക് ഒന്ന് നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യുക.
Next, zygote is the vital link that ensures continuity of species between organism of one generation and the next. അതായത് ഫ്യൂഷൻ കഴിഞ്ഞിട്ടാണല്ലോ സൈഗോട്ട് ഉണ്ടാവുന്നത്. അപ്പൊ സൈഗോട്ട് ഉണ്ടാവുന്നത് ഈ സ്റ്റെപ്പുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. സൈഗോട്ടിന്റെ ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സൈഗോട്ടിന് അവിടെ ഫിക്സ് ആയിട്ട് ഡെഡ് ആവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇല്ലെങ്കിൽ ഈ റീപ്രൊഡക്ഷൻ മെക്കാനിസം കൊണ്ട് യാതൊന്നും പോസിബിൾ ആവില്ലാതെ വരും. ഓക്കെ, എവറി സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ബീങ്സ് ബിഗിൻ ലൈഫ് ആസ് എ സിംഗിൾ സെൽ ദ സൈഗോട്ട്. ഞാനും നിങ്ങളും ഉൾപ്പെടെ ഏതൊരു ലിവിങ് തിങ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട് സിംഗിൾ സെല്ലാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സെല്ല് ഉണ്ടായിരുന്നുള്ളൂ, കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒറ്റ സെല്ല് നമ്മളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്നവരാണ് സൈഗോട്ട്. അപ്പൊ നമ്മളുടെ ഒക്കെ ലൈഫ് സൈക്കിളിലെ ആദ്യത്തെ സ്റ്റേജ് ഏതാന്ന് ചോദിച്ചാൽ എംബ്രിയോ അല്ല പറയേണ്ടത്, സൈഗോട്ടാണ്. അത് എത്ര സെല്ലാണ്? ഒറ്റ സെല്ല്. ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്? എംബ്രിയോ ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്, എംബ്രിയോ ജനസിസ്. എംബ്രിയോ ഉണ്ടാവുക. Embryogenesis refers to the process of development of embryo from the zygote. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഉണ്ടാവുന്ന ആ സ്റ്റേജിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോജെനസിസ്. ഡ്യൂറിംഗ് എംബ്രിയോജെനസിസ് സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ. മൈറ്റോസിസ് ആണ് കേട്ടോ, ഇനി മിയോസിസ് വേണ്ട. ഇനി മിയോസിസ് ഈ ഓർഗാനിസം റീപ്രൊഡക്ഷൻ കാണിക്കാൻ പറ്റുന്ന കാലത്ത് മതി. ഇനി മിയോസിസ് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ അത് വേണ്ട, കാരണം നമുക്ക് എല്ലാ സെല്ലിനും 2n ക്രോമസോം വേണ്ടേ. അപ്പൊ ഇനി നടക്കുക മൈറ്റോസിസ് ആണ്. ആൻഡ് സെൽ ഡിഫറൻഷിയേഷൻ. സെൽ ഡിഫറൻഷിയേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. സെൽ ഡിഫറൻസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒറ്റ സെല്ലല്ലേ ഉള്ളൂ, അത് ഡിവൈഡ് ചെയ്ത് കുറെ സെല്ലാവും. ആ ഓരോ സെല്ലുകളും അതിന്റെ ഫംഗ്ഷൻ ചൂസ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ ഹാർട്ടിന്റെ സെല്ലാണ് അല്ലെങ്കിൽ ഞാൻ റീപ്രൊഡക്റ്റീവ് സെല്ലായിട്ട് മാറാനുള്ളതാണ്. അപ്പൊ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നേച്ചർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് അതിനെ വിളിക്കുക സെൽ ഡിഫറൻസിയേഷൻ. While cell division increases the number of cells in the developing embryo, cell differentiation helps group of cells to undergo certain modification. അതിന്റെ റോൾ എന്താണോ അതിനനുസരിച്ച് ചില സെല്ലുകൾ മോഡിഫൈ ചെയ്യും. അത് ഏത് പ്രോസസ് വഴിയാണ്? സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം. അനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു ഒവിപാരസ് ആൻഡ് വിവിപാരസ്. ഇത് നമ്മൾ +1 കണ്ടതാണ് അല്ലെ. ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് എഗ് ലേയിങ് ആണ്, മറ്റേത് എന്താണ്? ഒന്ന് എഗ് ലേയിങ് ആണ്. എഗ് ലേയിങ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്നത്. മറ്റേത് എന്താണ്? പ്രസവിക്കുന്നത് അല്ലെ, ഗിവിംഗ് ബർത്ത്. ഓക്കെ, ബേസ്ഡ് ഓൺ വെദർ ദ ഡെവലപ്മെന്റ് ഓഫ് സൈഗോട്ട് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ പാരന്റ് ഓർ ഇൻസൈഡ്. That is whether they lay fertilized or unfertilized egg or give birth to young ones. Give birth ആണെങ്കിൽ viviparous, എഗ് ലേയിങ് ആണെങ്കിൽ ഒവിപാരസ്. എഗ് ലേയിങ് ആണെങ്കിൽ ആലോചിച്ച് നോക്ക്, മുട്ടേന്റെ ഉള്ളിലല്ലേ കുട്ടി ഡെവലപ്പ് പോണത്. മുട്ട എക്സ്റ്റേണൽ ആയിട്ടുണ്ടാവും. അതാണ് പറഞ്ഞത്, അവരുടെ ഡെവലപ്മെന്റ് എക്സ്റ്റേണൽ ആണോ അത് ബോഡീന്റെ ഉള്ളിലാണോ അനുസരിച്ചിട്ടാണ് ഈ പറയുന്നത്. നമ്മളെ കേസിൽ നമ്മൾ അത്യാവശ്യം ഗ്രോത്ത് ആവണ വരെ, നമ്മുടെ സൈഗോട്ട് എംബ്രിയോ ആയി, എംബ്രിയോ തന്നെ നല്ല ഡെവലപ്ഡ് സ്റ്റേജ് ആവണ വരെ നമ്മൾ എവിടെ തന്നെ ഉള്ളത്? നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണുള്ളത് അല്ലെ. അപ്പൊ അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. In oviparous animals like reptiles and birds, the fertilized egg converted by hard calcareous shell are laid in the safe place in the environment. നിങ്ങൾക്ക് അറിയണ്ടോ? അപ്പോ നമ്മളെ ആമയുടെ കേസിൽ അല്ലെങ്കിൽ ക്രോക്കഡൈലിന്റെ കേസിലൊക്കെ, കോഴീന്റെ കേസ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്നത്, അതിന്റെ സേഫ്റ്റി ഒന്നും പറയാതിരിക്കുക നല്ലത്. അപ്പൊ മറ്റുള്ള ചില ഓർഗാനിസങ്ങളുടെ കേസിലൊക്കെ, അല്ലെങ്കിൽ വൈൽഡായിട്ട് ജീവിക്കുന്ന, ഇപ്പൊ ഹെന്നൊക്കെ ആണെങ്കിൽ വൈൽഡായിട്ട് ജീവിക്കുന്നതൊക്കെ ആണെങ്കിൽ അവരുടെ എഗ്ഗ് അവർ വളരെ സൂക്ഷിച്ചിട്ട് എടുത്തേക്കുക അല്ലെ. അതായത് അത് അടുത്ത ജനറേഷൻ ആവാനുള്ളതാണ്. അതങ്ങനെ അവിടെ ഇവിടെ ഓപ്പൺ പ്ലേസിൽ ഇട്ട് പോയ പ്രിഡേറ്റർ കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എൻവയോൺമെന്റിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല പ്ലേസിൽ അത് എടുത്തു വെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് നല്ലൊരു തിക്കായിട്ടുള്ള ഔട്ടർ കവറിംഗ് ഉണ്ട്, ഒരു കാൽക്കേരിയസ് ഷെൽ. ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇൻക്യുബേഷൻ പീരിയഡ് എന്താ പറയുക? ഡെവലപ്മെന്റിന്റെ പീരിയഡ്. സോ ആഫ്റ്റർ എ പീരിയഡ് ഓഫ് ഇൻക്യുബേഷൻ യങ് വൺസ് ഹാച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ എഗ്ഗിന്റെ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വരും. ഓൺ ദ അതർ ഹാൻഡ് വിവിപാരസ് അനിമൽസിന്റെ കേസിൽ, നമ്മളെ കേസിലൊക്കെ ആണെങ്കിൽ സൈഗോട്ട് അനിമൽസിന്റെ ഉള്ളിൽ, അതായത് നമ്മളെ മദറിന്റെ വോംബിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ മാക്സിമം ഡെവലപ്ഡ് ആയതിനു ശേഷം മാത്രമാണ് ഒരു സ്പെഷ്യൽ ഗ്രോത്ത് അല്ല, ഒരു സ്പെസിഫിക് ഗ്രോത്ത് അറ്റൈൻ ചെയ്തതിന്റെ മാത്രമാണ് കുട്ടി എന്ത് ആവുള്ളൂ? ഡെലിവേർഡ് ആവുള്ളൂ. ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ സൈഗോട്ട് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ഒവ്യൂൾ. നമ്മളറിയാലോ, കാരണം ഒവ്യൂളിന്റെ ഉള്ളിലാണ് എഗ് ഉള്ളത്. അപ്പൊ അവിടെയല്ലേ സൈഗോട്ട് ഉണ്ടാവുക. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സെപ്പൽസ്, പെറ്റൽസ്, സ്റ്റേമൻ ഓഫ് ദ ഫ്ലവർ വിതർ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോവാ. അത് നമുക്കറിയാം, അതൊന്നും ഞാൻ ആവശ്യമില്ല. നമ്മൾക്ക് ആകെ ആവശ്യമുള്ളത് ഓവറി മാത്രമാണ് ഇനി. കാരണം ഓവറിന്റെ ഉള്ളിലാണ് നമ്മളെ എഗ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ അവിടെയാണ് ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്തത്. എന്തിനു വേണ്ടി ആ കൊറോളൊക്കെ ഉണ്ടായിരുന്നത്? പൂവ് എന്തിനെത്ര ഭംഗി ഉണ്ടായിരുന്നത്? അത് ഈ പൊളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്, പൊളിനേറ്റിംഗ് ഏജന്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. അപ്പൊ ഇനി അതിന്റെ ആവശ്യമില്ല, ഫ്യൂഷൻ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ വിതർ ചെയ്തു പോകും. സെപ്പല് പോവും, പെറ്റൽസ് പോവും, സ്റ്റേമനൊക്കെ വിതർ ചെയ്തു പോകും. ബാക്കിയുള്ളത് ഏതായിരിക്കും? ഓവറിയാണ് കാര്യമായിട്ട് ബാക്കി ഉണ്ടാവുക. ദ പിസ്റ്റിൽ ഹവർ റിമെയിൻ അറ്റാച്ച് ടു ദ പ്ലാന്റ്. പിസ്റ്റില് മാത്രം അതുപോലെ തന്നെ പ്ലാന്റിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും. റിമെയിൻസ് അറ്റാച്ച് ടു പ്ലാന്റ്. ദ സൈഗോട്ട് ഡെവലപ്ഡ് ഇൻടു ദ എംബ്രിയോ ആൻഡ് ദ ഒവ്യൂൾസ് ഡെവലപ്പ് ഇൻടു സീഡ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സൈഗോട്ട് എന്തായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. അതുപോലെ ഒവ്യൂൾ, സൈഗോട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക,
ഇത്രയുള്ള കാര്യം. നമ്മളുടെ ഒവ്യൂളിന്റെ ഉള്ളിലായിട്ട് എഗ് സെല്ലുകൾ ഉണ്ട്, അതുപോലെ തന്നെ പോളാർ സെല്ലും ഉണ്ട്. 2 മെയിൽ ഗാമേറ്റാ വന്നത്. ഒന്ന് ഇവിടെ പോയി ഫ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് എഗ്ഗിനോട് ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നതിന്റെ പേര് ഒവ്യൂളാണ്. ഒവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. ഇതിന്റെ ഉള്ളിൽ എഗ്ഗില്ലേ, ഈ എഗ്ഗിനോട് ഫ്യൂസ് ചെയ്താലല്ലേ എംബ്രിയോ ഉണ്ടാവും. സോ സീഡിന്റെ ഉള്ളിലാണ് ആരുള്ളത്? എംബ്രിയോ ഉള്ളത്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പുസ്തകത്തേക്ക് നോക്കാതെ തന്നെ നമുക്ക് പറയാവുന്ന കാര്യമാണ്. സീഡ് കോട്ട്, അതുപോലെ ഓവറി എന്തായിട്ട് മാറും? ഓവറി ഫ്രൂട്ട് ആയിട്ട് മാറും. ഒവ്യൂളിന്റെ കവറിങ് സീഡ് കോട്ടായിട്ട് മാറും. അല്ലെ, നമുക്ക് അറിയാവുന്നതാണ്. ഓവറി ഡെവലപ്പ് ഇൻ ടു ദ ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് എ തിക്ക് വാൾ കാൾഡ് പെരികാർപ്പ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റീവ് ഇൻ ഫംഗ്ഷൻ. അതായത് ഓവറിന്റെ ഔട്ടർ കവറിംഗ് ഇല്ലേ, അതിന് നല്ല കട്ടി ഉണ്ടായിരിക്കും. അതാണ് ഫ്രൂട്ട് വാൾ ആയിട്ട് മാറാൻ പോണത്. അതിന്റെ പേര് പെരികാർപ്പ് എന്നാണ്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ആഫ്റ്റർ ഡിസ്പേഴ്സൽ സീഡ്സ് ജെർമിനേറ്റ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്സ്. അപ്പൊ അത് സീഡ്സ് അത്യാവശ്യം ഡെവലപ്പ് ആയതിനു ശേഷം അത് നമ്മൾ ജെർമിനേറ്റ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ, സോ ചെയ്യുക അല്ലെങ്കിൽ നാച്ചുറലി ഇത് ഫോളോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാവുന്ന അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല. എ ഫ്യൂ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട് ഷോയിങ് സീഡ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് കാർപ്പ്. അപ്പോൾ SP എന്ന് മാർക്ക് ചെയ്ത് നോക്കുക. S സീഡാണ്, P ആണ് നമ്മളെ കവറിങ്. ഇപ്പോൾ ഇവിടെ നമ്മളെ പയറിന്റെ തോന്നുന്നു, അല്ലെങ്കിൽ ഏതോ ഒരു ബീനിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് സീഡ് കാണാം, പുറത്ത് അതിന്റെ കവറിങ്ങും പെരികാർപ്പും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിളുകൾ ഉണ്ട്. നമ്മൾ ആക്ച്വലി അറേഞ്ച്മെന്റുകൾ +1 പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാർജിനൽ ആയിട്ടാണ്, സെൻട്രൽ ആയിട്ടാണ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ അറേഞ്ച്മെന്റ് നമ്മൾ പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കുക ഏതാണ് സീഡ് ഏതാണ് പെരികാർപ്പ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ എക്സസൈസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യേണ്ടായിരിക്കും. അപ്പൊ നമുക്കൊരു 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഈ 18 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യനും ബുക്കൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കിയിട്ട് തന്നെ ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഇതിന്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഞാൻ ആൻസറുകൾ പറഞ്ഞു പോകും. അത്യാവശ്യം എഴുതേണ്ടതാണെങ്കിൽ മാത്രം ഒരു നോട്ട് ഞാൻ തരും. ഓക്കെ, അപ്പൊ അത് അല്ലാത്ത പക്ഷം നിങ്ങൾ തീർച്ചയായിട്ടും നോട്ടിക്ക് കോപ്പി, എല്ലാ ക്വസ്റ്റ്യനും കോപ്പി ചെയ്യണം. 18 ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിക്ക് എഴുതണം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തത്? ഈ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്നുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെ, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതിന്റെ 3 സ്റ്റേജുകൾ അല്ലെ, ഏതൊക്കെയായിരുന്നു? പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെറിയ ചാപ്റ്റർ ആണ്. അടുത്തത് ഇതിന് ശേഷം നമുക്ക് പോകാനുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റ്സിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് റഷ് ചെയ്ത് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മാത്രം കാര്യങ്ങൾ കാണാം. ഇന്നെടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യനുകൾ ഒന്ന് കാണാം. ഇന്നൊരു 3 ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. Distinguish between homogametes and heterogametes with examples. Distinguish between homogametes and heterogametes with examples. What do you mean by monoecious organisms? What do you mean by monoecious organisms? Give examples. What is syngamy? What is syngamy? What are the major steps involved in embryogenesis? What are the major steps involved in embryogenesis? Okay, so the solve ചെയ്യാ. Thank you.